INS ഹിമഗിരി, INS ഉദയഗിരി എന്നീ സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി അനീഷ് ദയാൽ സിംഗ് നിയമിതനായി. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച് ഡെൻമാർക്ക്. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം കണ്ട്ല തുറമുഖം, പുതിയ പേര് ദീൻ ദയാൽ തുറമുഖം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ് ഉത്തർപ്രദേശിലെ വാരണാസി. വയോജന കമ്മീഷൻ അധ്യക്ഷനായി കെ സോമപ്രസാദിനെ നിയമിച്ചു. 2026 ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാനായി SpaceX രൂപകൽപ്പന ചെയ്ത ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റിൻ്റെ പരീക്ഷണ വിക്ഷേപണം വിജയം. വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് സുരക്ഷാമിത്രം. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച പ്രഥമ ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളം 19ാം സ്ഥാനത്ത്, ഡൽഹിയാണ് ഒന്നാമത്. കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാളം നിഘണ്ടുവാണ് സ്വമ്മ്. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി പരിശോധിക്കാനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. കടലിനെയും തീരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള ഗവൺമെൻറ് പദ്ധതിയാണ് ശുചിത്വ സാഗരം. നിർബന്ധിത മതപരിവർത്തനത്തിന് ജീവപര്യന്തം തടവ് നിയമവിധേയമാക്കി ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കൾക്കായി 1 ലക്ഷം കോടി രൂപയുടെ പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളിയാണ് ജി ഹരികൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത അങ്കണവാടി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ. ഉക്രൈൻ യുദ്ധം പരിഹരിക്കുക ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും US-ലെ അലാസ്കയിൽ കൂടിക്കാഴ്ച നടത്തി. സെർജിയോ ഗോർ ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അഗ്നി 5 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 5000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ പുരസ്കാരം വയനാട് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്. കർഷകോത്തമ പുരസ്കാരം പാലക്കാട് നല്ലേപ്പിള്ളി CJ സ്കറിയപ്പിള്ളയ്ക്ക്. മികച്ച കൃഷിഭവനുള്ള VV രാഘവൻ പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവന്. PN പണിക്കർ പുരസ്കാരം ഡോക്ടർ പുനലൂർ സോമരാജന്. അഡെമോള അഡൻലേക്ക് പ്രഥമ MS സ്വാമിനാഥൻ അവാർഡ് ഫോർ ഫുഡ് ആൻഡ് പീസ്. ജന്മാഷ്ടമി പുരസ്കാരം എഴുത്തുകാരൻ C രാധാകൃഷ്ണന്. അയ്യങ്കാളി പ്രതിഭാ പുരസ്കാരം നാടൻ പാട്ടുകാരി പ്രസീത ചാലക്കുടിക്ക്. പോൾ വോൾട്ടിൽ 13ാം തവണയും ലോക റെക്കോർഡിട്ട് അർമാൻഡ് ഡുപ്ലാന്റിസ്. ഇന്ത്യയുടെ നീരജ് ചോപ്ര 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയതിൻ്റെ സ്മരണയ്ക്കായി ഓഗസ്റ്റ് 7 ദേശീയ ജാവലിൻ ദിനമായി ആചരിക്കുന്നു. ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ചൈനയിലെ ബെയ്ജിങ്ങിൽ നടന്നു. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്ക്. ബുക്കർ പ്രൈസ് ജേതാവ് അരുന്ധതി റോയിയുടെ ഓർമ്മ പുസ്തകമായ മദർ മേരി കംസ് ടു മീ പുറത്തിറങ്ങി. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരയായ 116 വയസ്സുള്ള ഏദൽ കാദർഹാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം. രാജ്യത്തെ ആദ്യ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പഞ്ചായത്തായി കാട്ടാക്കട പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ തുടർച്ചയായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന
130 ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റ് പാസാക്കി. ഓൺലൈൻ വാതുവെപ്പ് ഗെയിമുകളും ചൂതാട്ടങ്ങളും ലോട്ടറികളും ഉൾപ്പെടെ നിരോധിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമം നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ ഗ്രാമം ധരാലി. പൊതുജന സമ്പർക്കത്തിന് വ്ളോഗർമാരെ നിയമിക്കാനൊരുങ്ങി കേരളം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയാണ് ഡൽഹി നിയമസഭ. ഇന്ത്യൻ ടെന്നീസ് ഇതിഹാസം ലിയാണ്ടർ പേസിൻ്റെ പിതാവും ഇന്ത്യയുടെ ഒളിമ്പിക് ഹോക്കി മെഡൽ ജേതാവുമായ വേസ് പേസ് അന്തരിച്ചു. നാഗാലാൻഡ് ഗവർണർ എൽ ഗണേശൻ അന്തരിച്ചു. മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ബോബ് സിംപ്സൺ അന്തരിച്ചു. സൂപ്പർമാൻ 2 എന്നീ ഹോളിവുഡ് സിനിമകളിലെ വില്ലനായ ജനറൽ സോഡിനെ അനശ്വരനാക്കിയ ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് അന്തരിച്ചു. സംവിധായകൻ നിസാർ അബ്ദുൽ ഖാദർ അന്തരിച്ചു. പീരുമേട് MLA വാഴൂർ സോമൻ അന്തരിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപനെന്ന് ആരാധകർ വിശേഷിപ്പിക്കുന്ന US ജഡ്ജി ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു. പ്രശസ്ത രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ CG രാമചന്ദ്രൻ നായർ അന്തരിച്ചു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ലോർഡ് സ്വരാജ് പോൾ ലണ്ടനിൽ അന്തരിച്ചു. രാജസ്ഥാൻ സ്വദേശിയായ മനിക വിശ്വകർമ്മയ്ക്ക് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരി പട്ടം. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടി മനുഷ്യരെ എത്തിക്കാനുള്ള സബ്മേഴ്സിബിൾ വാഹനമാണ് മത്സ്യ 6000. 2035 ഇന്ത്യ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. സാറാട്ട് തെണ്ടുൽക്കർ ഓസ്ട്രേലിയയുടെ ടൂറിസം പദ്ധതിയുടെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു.